മന്ത്രി വി ശിവൻകുട്ടിയുടെ വീട്ടിലും വിദ്യാരംഭ വിദ്യാഭ്യാസ മന്ത്രി എന്തെടുക്കുന്നു എന്ന് അറിയണമല്ലോ. അതെ, വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് വിദ്യ നേടാനെത്തിയ കുരുന്നുകളുടെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, നിരവധി കുട്ടികൾ അവിടെ ഉണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? എന്തായാലും വലിയ ചെറിയ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ റോസ് ഹൗസ് നിറഞ്ഞിരിക്കുകയാണ്. റോസ് ഹൗസ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയുടെ പേര്. അവിടെയാണ് മന്ത്രി ഇപ്പോൾ കുട്ടികൾക്ക് അധ്യക്ഷരം കുറിച്ച് കൊടുക്കുന്നത്. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളും ഒപ്പം തന്നെ മറ്റ് കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ രക്ഷിതാക്കൾ ഒക്കെയായി എത്തുന്നുണ്ട്. കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് അധ്യക്ഷരം കുറിക്കുന്നത്. അമ്മ, അച്ഛൻ, ഒപ്പം തന്നെ നന്മ, സത്യം എന്നീ വാക്കുകളൊക്കെയാണ് മന്ത്രി കുട്ടികൾക്ക് ആദ്യമായി അധ്യക്ഷരം എഴുതി നൽകുന്നത്. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ് നിലവിൽ ഇവിടെയുള്ളത്. കുട്ടികൾ നമ്മൾ മറ്റിടത്തൊക്കെ കണ്ടതുപോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ കരഞ്ഞ് നിലവിളിച്ച് ഒക്കെ വരുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. മന്ത്രിയാണെങ്കിൽ ഒരു മധുരവും നൽകിയാണ് കുട്ടികളെ അധ്യക്ഷരം കുറിച്ച് കൊടുത്ത ശേഷം പറഞ്ഞു വിടുന്നത്. എന്തായാലും അവരുടെ രക്ഷിതാക്കളും ഒക്കെ സന്തോഷത്തോടെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് തന്നെ അധ്യക്ഷരം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന്റെ സന്തോഷത്തിൽ കൂടിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ആൾ കൂടിയാണ്. അവരുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കാര്യമായ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കരുതിയിട്ടുണ്ടോ മന്ത്രി ശിവൻകുട്ടി? എല്ലാ തവണയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മധുരമൊക്കെ നൽകി, മിഠായിയൊക്കെ നൽകിയാണ് അവരെ പറഞ്ഞേക്കാറ്. അതുപോലെ തന്നെ ഒരു കുടം നിറയെ, ഒരു പാത്രം നിറയെ മിഠായിയൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അവർക്ക് അതും നൽകിയാണ് പറഞ്ഞു വിടുന്നത്. കുട്ടികളെ അധ്യക്ഷത കഴിഞ്ഞ ശേഷം തിരിച്ചയക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. ഈ മന്ത്രി